പ്രിയമുള്ളവരെ, പ്രിയ സുഹൃത്തുക്കളെ, PTM 94 ബാച്ചിന്റെ വെബിനാർ സംഗമത്തിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്രകാരം സ്കൂൾ വെക്കേഷൻ സമയത്ത് നമ്മളെ കുട്ടികൾക്കും നമുക്കും ഒക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വെബിനാർ നമുക്ക് സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഓൺലൈനിൽ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ജമാൽ കാക്കിയുണ്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ നമ്മുടെ ഹൈസ്കൂളിന്റെ സുധീർ മാഷ് നമ്മളെ കൂടെ ഉണ്ട്. സുധീർ മാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മളെ ഈ പരിപാടി വെബിനാർ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കൂടെ സഹപാഠി കൂടിയായ ഫസലുർ റഹ്മാനാണ്. ഫസലുർ റഹ്മാന് അവന്റെ ബിസിനസ്സുമായി ഒക്കെ ഇതേ ഫീൽഡിൽ തന്നെ ഒരു ബിസിനസ്സുമായി ഒക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലേശം വൈകിക്കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു നമ്മളെ തീരുമാനം. നമ്മൾ ലേശം അല്പം ലേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ആരംഭിച്ചത്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് ജമാലിനെ ക്ഷണിച്ചുകൊണ്ട് കൈമാറുന്നു. ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗകൻ ശ്രീ ഷിഹാബ്, നമ്മുടെ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ PTMHS ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സുധീർ സർ, ആശംസ പ്രസംഗകരായ ശ്രീമതി ഫിൽസി സ്കൈലാബി, മറ്റു നമ്മുടെ കൂട്ടുകാരെ, ഏറ്റവും പ്രത്യേകമായി നാം എല്ലാവരും ആവേശത്തോടു കൂടി കാണുന്ന നമ്മുടെ പ്രിയ താരകങ്ങളെ, ആധുനിക കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്നാൽ ചിലത് അതിനെക്കുറിച്ച് ബോധവാന്മാരായി മനസ്സിലാക്കിക്കൊണ്ട് സമീപിച്ചിട്ടില്ല എങ്കിൽ വളരെ വലിയ ദൂഷ്യഫലങ്ങൾ അതുവഴി ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ശരിയായ രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകണമെങ്കിൽ ഇന്ന് നിർബന്ധമായും ഒരു ഫോൺ കയ്യിൽ കൊടുക്കേണ്ടതുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് പാടില്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാലോ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും അതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ പലതും കൈകാര്യം ചെയ്യുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ദൂഷ്യ ഫലങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ ഗുണപ്രദമായ രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ പഠനവും കരിയറും ഒക്കെ അത് ഉപയോഗിച്ച് എങ്ങനെ മെച്ചപ്പെടുത്താം, ആ കാര്യങ്ങളോട് സമീപിക്കുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുവഴി നമ്മുടെ എല്ലാ തലങ്ങളിലും എങ്ങനെ നല്ല രൂപത്തിൽ പെർഫോം ചെയ്യാം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കൊക്കെ ഏറെ പ്രതീക്ഷയും നമ്മുടെ ഭാവി സമ്പത്തും മക്കൾ തന്നെയാണ്. ഒന്നാമത്തെ സ്ഥാനം മക്കൾ തന്നെയാണ്. അപ്പം മക്കളെ നമ്മൾ ശരിയായ കരുത്തുറ്റവരാക്കേണ്ടതുണ്ട്. നമ്മുടെ ആദിയും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാത്ത രൂപത്തിൽ മക്കൾ പഠിച്ചു വളർന്നു വരുന്നത് കാണാനാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാര്യമായ സമയമാണെങ്കിലും സമ്പത്താണെങ്കിലും നാം ഒന്നാമതായിട്ട് വിനിയോഗിക്കേണ്ടത് മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെയുള്ള അവരെ കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇവിടെ
PTMHS 94 ബാച്ച് ഈ ഇടയായിട്ട് കുറച്ച് കൂടുതൽ ആ വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട് തന്നെയാണെങ്കിലും ശരി, നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളെ ശരിയാം വിധം കൈപിടിച്ച് ഉയർത്തേണ്ടത് നാം തന്നെയാണ്. അവിടെ ഒരു കാരണവശാലും നാം ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവരുത്. അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും, അരുത് എന്ന് പറയേണ്ട സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പറയാനുള്ള ആ ഗഡ്സും ആ പവറും മാതാപിതാക്കളായ നാം ശരിയാം വിധം ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നതിൽ നിന്നും മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ട് ഒന്ന് സ്പർശിക്കാൻ നമ്മുടെ അടുത്ത സുഹൃത്തും ബാച്ച്മേറ്റുമായ ഫസലുർ റഹ്മാൻ മൂലയിൽ ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വെബിനാറ് നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി സുധീർ ഷാറെ ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, സന്തോഷം. അപ്പം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ 94 ബാച്ചിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജമാൽ കാക്കിരി, അതേപോലെ ഈ സെഷൻ നയിക്കുന്ന ഫസലുർ റഹ്മാൻ മൂലയിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, PTM സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപിടിപ്പുള്ള അഭ്യുദയകാംക്ഷികള്, അതേപോലെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള സെമിനാർ നടത്തുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെയൊക്കെ തന്നെ SSLC പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി എക്സാം കൂളർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഒരു കാര്യം, അതിന്റെ ആ ഒരു കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരത്തില് വളരെ സംയോജിതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബാച്ച്, തീർച്ചയായിട്ടും 94 ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നമുക്ക് സഹകരണങ്ങൾ ചെയ്യുന്ന ഒരു ബാച്ചാണ്. നമ്മുടെ സ്ഥാപനത്തില് ഇക്കഴിഞ്ഞ വർഷം യുവജനോത്സവം നടക്കുമ്പോൾ അതിന്റെ സമാപന സമ്മേളനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അതായത് ഒരു സംസ്ഥാന യുവജനോത്സവത്തിലെ സമാപന സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആൾക്കൂട്ടം നമ്മുടെ PTM ഒന്ന് കയറി വന്നു എന്ന് പറയുന്നത് നമ്മുടെ PTM സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതായത് നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യവും ഇത്തരത്തിലുള്ള ഒരു വിളികളും ഒക്കെയാണ് PTM സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രയോജനം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സാധാരണഗതിയിൽ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മള് നടന്നു പോയ വഴികള് നമ്മൾ മറക്കാതിരിക്കുക എന്ന് പറയുന്നത് തികച്ചും വലിയ ഒരു ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വലിയ ഒരു മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബഹുമാനായ ജമാല് എന്നെ നിർബന്ധപൂർവ്വം ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്കത് പങ്കെടുക്കാൻ നിർബന്ധിതനായത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സ്നേഹമസൃണമായ പെരുമാറ്റങ്ങൾക്കൊക്കെ അങ്ങേയറ്റം നന്ദിയുണ്ട്. PTM നിങ്ങൾ കാണിക്കുന്ന ഈ ആഭിമുഖ്യം ഒരു തരത്തിലും നിങ്ങൾക്കത് വെറുതെ ആവില്ല. നിങ്ങളുടെ കുട്ടികൾ നാളെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ തന്നെ ഇപ്പം നമ്മുടെ പുതിയ കാലഘട്ടത്തില് നമ്മുടെ പലതരത്തിലുള്ള മൂല്യശോഷണങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അതിനൊക്കെ അതീതമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫസലുർ റഹ്മാൻ മൂലയുടെ ക്ലാസ് ആണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയോജനപ്രദമാണ് എന്നുള്ള കാര്യം അറിയാം. ഞാൻ അധികമൊന്നും സമയം അപഹരിക്കുന്നില്ല. അപ്പൊ എന്നെ ഇതിൽ വിളിച്ചത് ഒരു PTM പ്രതിനിധിയായി ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ സംഘാടകരെ ഇത്തരത്തിൽ കൃത്യസമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നതില് പ്രത്യേക സാമർഥ്യം കാണിക്കുന്ന ഇതിന്റെ സംഘാടകരെ, ബഹുമാനപ്പെട്ട ഇതിന്റെ പ്രസിഡന്റ് ജമാൽ കാക്കിരി അടക്കമുള്ള എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ആനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ ലളിതമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സാർ.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായി ശ്രീ ഫസലുർ റഹ്മാൻ മൂലയിനെ ക്ഷണിക്കുന്നു. ഞാൻ ഡയറക്ട്ലി ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ചും വെക്കേഷൻ ആണ്, സ്കൂളുകളൊക്കെ പൂട്ടിയിട്ടുണ്ട്. സ്കൂളുകളൊക്കെ അടച്ച് നമ്മളൊക്കെ കളിക്കാൻ നമ്മളെ ഒരു 10-20 വർഷം ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ, 20-25 വർഷം പിന്നോട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത് നമ്മള് വേനൽ അവധിക്കാലത്ത് എന്താ ചെയ്യാറ്? നമ്മള് ക്രിക്കറ്റ് കളിക്കാറ്, ഫുട്ബോൾ കളിക്കാറുണ്ട്, ഇല്ലേ, കൊത്തങ്കല്ല് കളിക്കാറുണ്ട്. ഒരുപാട് നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉള്ള പലതരത്തിലുള്ള ഗെയിം കളിച്ചിരുന്ന കാലഘട്ടമായിരുന്നു നമുക്ക്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇന്ന് നമ്മളൊക്കെ കളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ കളിക്കുന്നത്, സത്യം പറഞ്ഞാൽ അവർ കളിക്കുന്നില്ല. അവര് മൊബൈല് അല്ലെങ്കിൽ TV ഈ രീതിയിൽ അഡിക്ഷൻ ആയിട്ട് അതുമായിട്ട് എൻഗേജ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ പാരന്റ്സ് എന്ന നിലക്ക് നമ്മളൊക്കെ കേട്ട ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും, പപ്പ, ഉപ്പച്ചി അല്ലെങ്കിൽ അച്ഛ, അമ്മ, എനിക്ക് ബോറടിക്കുന്നു, ഐ ആം ബോർഡ് എന്നൊരു വാക്കാണ് നമ്മൾ അധിക സമയത്തും കേൾക്കുന്ന ഒരു കാര്യം. നമ്മളെ കുട്ടിക്കാലത്ത് നമുക്ക് അറിയാത്ത ഒരു കാര്യമാണത് ബോറടിക്കുക എന്നുള്ള സംഭവം നമുക്ക് അറിയില്ലായിരുന്നു. ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് ഐ ആം ബോർഡ് എന്ന് കുട്ടികൾ പറയുമ്പോൾ അതിനർത്ഥം അവർക്ക് എന്ത് വേണം? അവർക്ക് കളിക്കുക എന്ന് പറയുന്നത് പുറത്തു പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുക എന്നൊരു ചുറ്റുപാടല്ല. അവർക്ക് ഇലക്ട്രോണിക് ഡിവൈസുകൾ വേണം, അൾട്ടിമേറ്റ്ലി മൊബൈൽ വേണം, ടാബ് വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ബോറിംഗ് മാറും. അതല്ലെങ്കിൽ TV കാണണം, സിനിമ കാണണം, വീഡിയോ കാണണം, യൂട്യൂബിൽ വീഡിയോ കാണണം, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണണം എന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരന്റ്സ്, ഉമ്മയൊക്കെ എന്തായിരിക്കും, വളരെ തിരക്കുള്ള അവസ്ഥയിലായിരിക്കും. ഒന്നെങ്കിൽ ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന സാഹചര്യമായിരിക്കും. അപ്പൊ തീർച്ചയായും മൊബൈൽ എടുത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പതുക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കുട്ടികളുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുന്ന രീതിയിൽ മൊബൈൽ അഡിക്ഷൻ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ഭാഗത്ത് അങ്ങനെ ആ ഒരു ഭാഗം മൊബൈൽ യൂസേജിൽ നമുക്ക് വരുന്ന പ്രയാസങ്ങളും നമ്മുടെ കുട്ടികൾക്ക് വരുന്ന പ്രയാസങ്ങളും, കുട്ടികളെ മാത്രമല്ല ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളെയും, ഞാനും നിങ്ങൾ ഓരോരുത്തരും, നമ്മളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ച് ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും മൊബൈലിൽ അത്രയും അഡിക്ഷൻ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ മൊബൈൽ ഇല്ലാതെ എനിക്കോ നിങ്ങൾക്കോ ജീവിക്കാൻ പറ്റുമോ? നമ്മൾ മൊബൈൽ ഒരു 3 ദിവസം മൊബൈൽ യൂസ് ചെയ്യാതെ, മൊബൈൽ മാറ്റിവെച്ച് വാട്സപ്പ് യൂസ് ചെയ്യാതെ, വാട്സപ്പ് വേറെ എവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഇനി 3 ദിവസം മൊബൈൽ ഉപയോഗിക്കില്ല എന്ന് ഉറച്ച തീരുമാനമായിട്ട് അടുത്തൊരു 3 ദിവസം സ്പെൻഡ് ചെയ്യാൻ എത്ര ആൾക്ക് പറ്റും ഇവിടെ? എനിക്ക് ഉറപ്പാ പറ്റില്ല എന്നുള്ളത്. കാരണം നമ്മളെ ഓരോ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഈ മൊബൈൽ അത്രയും കണക്റ്റഡായി മാറിയിട്ടുണ്ട്. ബിസിനസ്സുകാർക്കാണെങ്കിൽ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും വാട്സപ്പ് വഴിയാണ് നടക്കുന്നത്. അതുപോലെ നമ്മൾ സാധാ ഒരു സ്മാർട്ട് ഫോൺ അല്ലാത്തൊരു ഫോൺ ഉപയോഗിച്ചാൽ നമ്മളെ ബിസിനസ് നടക്കില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഏതൊരു മേഖല, എഡ്യൂക്കേഷൻ മേഖലയിലോ അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പരിശോധിച്ച് നോക്കിയാലും, ആരെ നോക്കിയാലും തന്നെ എന്താണ്, ഇന്ന് നമുക്ക് അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ അഡിക്ഷൻ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത്. മൊബൈല് നമ്മുടെ അത്രയും ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതി നമ്മളെ കുട്ടികളിലേക്ക് നമ്മളെക്കാൾ അപ്പുറത്തേക്ക് കൂടിയിട്ടുണ്ട് സത്യം. ഇപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളെ മൊബൈലിൽ എന്തെങ്കിലും ഒരു സെറ്റിങ്സ്, ഇപ്പോ ടെതറിങ് ചെയ്യണം, നമ്മുടെ ഹോട്ട്സ്പോട്ട് ചെയ്യണം. ഒരു പക്ഷേ നമ്മളെ പല പാരന്റ്സിനും ചില പാരന്റ്സിനെങ്കിലും അറിയുണ്ടാവില്ല എങ്ങനെയാണ് ടെതറിങ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മളെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാത്ത ഒരു സെറ്റിങ്സും തന്നെ ഇല്ല. മൊബൈലില് എന്തൊക്കെ സെറ്റിങ്സും എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ, എന്തൊക്കെ മാറ്റണോ എന്നുള്ളത് കുട്ടികൾക്ക് അറിയാന്നുള്ളതാണ്. അതിൽ ഒരുപാട് എൻവിറോൺമെന്റൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വലിയൊരു ഫാക്ടറാണ്. സാധാരണ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച ആ കാലഘട്ടമായിട്ട് ഇന്നത്തെ ജനറേഷൻ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ടെക്നോളജി ഡിവൈസുകളായിട്ട് ഒരുപാട് വളരെ അടുത്താണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഒഴിച്ചുകൂടാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എങ്ങനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതില് 2 പോയിന്റാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് സെക്കൻഡ് ഡിജിറ്റൽ ഹൈജീൻ.
ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഡിവൈസുകൾ, മൊബൈൽ പോലത്തെ ഡിവൈസുകൾ എങ്ങനെ നമുക്ക് എത്ര ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, how can be leverage technologies to create a പോസിറ്റീവ് ചേഞ്ചസ്. ഡിജിറ്റൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്കില്ലാതെ ഉപയോഗിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എടുത്തു നോക്കിയാൽ IT, മൊബൈല്, ഇന്റർനെറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഗൂഗിള്, ഇന്നത്തെ കാലത്ത് AI ടൂളുകള്, ChatGPT, ജെമിനി തുടങ്ങിയ എല്ലാ ടെക്നോളജികളും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ എത്രത്തോളം കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ എങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ ഹൈജീൻ നമുക്ക് കേട്ടില്ല. ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി നമ്മൾ വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഒരവസ്ഥ എന്താ വീടിന്റെ? ആ വീട്ടില് ഒരുപാട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ലല്ലേ? ദിവസവും നമ്മൾ ക്ലീൻ ആക്കിയാൽ മാത്രമേ വീടുകൾ ജീവിക്കാൻ പറ്റൂ. അതേപോലെ തന്നെ മൊബൈൽ വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഹൈജീന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ലിറ്ററസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മേക്ക് ഇൻഫോം ഡിസിഷൻസ്, സ്റ്റേ സേഫ് ഓൺലൈൻ, സൈസ് ഓപ്പർച്യൂണിറ്റീസ്. നല്ല ഡിജിറ്റൽ ലിറ്ററസി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജി മേഖലയിലെ എല്ലാ അറിവുകളും നമ്മുടെ കുട്ടികൾക്കും നമ്മൾക്കൊക്കെ ഉണ്ടായിരിക്കണം. എന്തൊക്കെ ടെക്നോളജി ഇന്നോവേഷൻ നാട്ടിൽ വരുന്നുണ്ടോ അത് നമ്മൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതറിയാത്ത ഒരാൾ തന്നെ ഉണ്ടാവരുത്. കാരണം ഇന്നത്തെ കാലത്ത് എയുടെ കാലം. പണ്ടൊക്കെ നമ്മൾ വരാനിരിക്കുന്നത് പറയാറ്. പക്ഷെ ഇന്നങ്ങനെയല്ല. കറണ്ട് സ്റ്റേജിലാണ് എയിലാണ് ഉള്ളത്. ChatGPT, ജെമിനി ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ നമ്മളുള്ളത്. നമുക്കറിയാം. നമ്മൾ ഒരു പക്ഷേ നമ്മൾ കേട്ടാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യമാര് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഉമ്മമാര് അവർക്ക് ഒരു ദിവസം അവർ രാവിലെ മുതൽ രാത്രി ചെയ്യുന്ന കാര്യങ്ങൾ, രാവിലെ എണീച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, പിന്നെ കുട്ടികളെ തയ്യാറാക്കുന്നു, അതുപോലെ വീടുകൾ വൃത്തിയാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഹസ്ബൻഡ് വേണ്ട ഓഫീസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. തിരിച്ച് മക്കൾ വരുമ്പോൾ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റൊട്ടീനായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു റോബോട്ടിക്സ് ഗൂഗിൾ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കോ? ആ റോബോട്ടിക്സ് എന്താ ചെയ്യുക? നമ്മളെ വീട്ടിൽ നമുക്ക് ഓരോ ദിവസവും വേണ്ട ഫുഡ് ആ റോബോട്ടിക്സ് പ്രിപ്പയർ ചെയ്യുന്നു. റോബോട്ടിക്സ് അതിന് ഡാറ്റ ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ദിവസവും തിങ്കളാഴ്ച രാവിലെ ചപ്പാത്തി, ചൊവ്വാഴ്ച പുട്ട്, ബുധനാഴ്ച ഓട്ടട, അങ്ങനെ ഡിഫറെന്റ് ദിവസം ഒരു മെനു സ്കെഡ്യൂൾ ആക്കിയിട്ട് ഈ റോബോട്ടിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നു, നമ്മുടെ ഡ്രസ്സ് എടുത്ത് അലക്കുന്നു, നമ്മുടെ വീട് ക്ലീൻ ആക്കി വെക്കുന്നു, കിച്ചണിലെ പാത്രങ്ങളും മറ്റും ക്ലീൻ ആക്കുന്നു, തുടങ്ങിയ എല്ലാ വീട്ടിൽ ആവശ്യമുള്ള സകല വസ്തുക്കളും സകല കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന ഒരു റോബോട്ടിക്സ് ഗൂഗിൾ ഇറക്കാൻ പോവുകയാണ് ലോകത്ത്. ടെസ്റ്റ് റിലീസ് ഓൾറെഡി US റിലീസ് അയച്ചു കഴിഞ്ഞു. സബ്സ്ക്രിപ്ഷൻ ബേസിൽ നമ്മളിപ്പോ ഇന്നൊക്കെ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ബേസിലാണ്. മന്ത്ലി ബേസ് റീചാർജ് അല്ലെങ്കിൽ ഇയർലി റീചാർജ് മോഡലിൽ നമ്മൾ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ബേസിൽ ഒരുപാട് സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ റോബോട്ടിക്സ് നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് ഇനി വരുന്ന ഒരു 5 വർഷക്കാലത്തിനകം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വിശ്വസിക്കാൻ ഇപ്പൊ പ്രയാസമായിരിക്കും. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അപ്പൊ ടെക്നോളജി അല്ലെങ്കിൽ ഡിവൈസുകളിൽ ഒഴിവാക്കുക, മക്കൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. അവരെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കും ടെക്നോളജി ഇന്നോവേഷനും കൂടെ വന്നുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവ വന്നുകൊണ്ടിരിക്കുന്നത്, ഹയർ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ചും. അപ്പൊ അത്തരത്തിൽ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കാൻ പറ്റില്ല, മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല, ChatGPT, ജെമിനി പോലത്തെ ടൂളുകൾ ഉപയോഗിക്കാതെ ഇന്നും തന്നെ നമ്മൾ ആരും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ നീങ്ങി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഹൈജീൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നമ്മളെ മക്കളുടെ ഇടയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്നെ ശ്രമിക്കുന്ന ഇവിടെയുള്ള എന്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരും സ്വന്തം ചോദിച്ചു നോക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കിടക്കയുടെ തൊട്ടടുത്തുണ്ടാവും നമ്മുടെ മൊബൈൽ എടുക്കുന്നു. ആദ്യം തന്നെ മൊബൈൽ വാട്സപ്പ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബിലെ റീൽസോ യൂട്യൂബിലെ ഷോർട്സോ
എന്തെങ്കിലും നോക്കാതെ നേരെ എണീച്ച് ബാത്റൂമിൽ പോകുന്ന ഫ്രഷ് ആകുന്ന എത്ര ആൾ നമ്മുടെ കൂട്ടത്തിൽ ആ മൊബൈൽ നോക്കാതെ? അതൊന്ന്. രണ്ടാമത്തെ എന്ത്, നമ്മൾ പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഭാര്യമാരും നമ്മുടെ കുട്ടികളും ഉമ്മമാരും അവർ ഒരിക്കലും ഒരു ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷെ എന്തെങ്കിലും ഒരു മൊബൈലിൽ ഒരു സൗണ്ട് വന്നത്, ഒരു വാട്സപ്പ് നല്ലൊരു കോൾ വന്നു, നമ്മൾ പോയി ഫോൺ എടുത്ത് നോക്കി സംസാരിച്ച ശേഷം വെറുതെ നോക്കി ഒരു വാട്സപ്പ് മെസ്സേജ്, ആ വാട്സപ്പ് മെസ്സേജ് നോക്കിയ സമയത്ത് ഒരു റീൽ, ഇൻസ്റ്റാഗ്രാം റീലിന്റെ ലിങ്ക്, അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോയി, അത് കഴിഞ്ഞ് അടുത്ത റീല് നമ്മളെ കൺട്രോള് നമ്മളിൽ നിന്നും മാറിപ്പോകുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും, നമ്മൾ ബിസിനസ്സുകാരും നമ്മൾ ജോലി ചെയ്യുന്നവരും നമ്മൾ ഓരോരുത്തരും നമ്മളെ കൺട്രോൾ നമ്മളുടെ കയ്യിലല്ല, സോഷ്യൽ മീഡിയയുടെ കയ്യിലാണ്. അതാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം. ഇത് വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ ആണ്, വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. കാരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി റൺ ചെയ്യുന്ന ഒരു ഓണറാണ് ഞാൻ. എന്റെ കമ്പനിയിലെ സ്റ്റാഫ്, ഓരോ ബിസിനസ്സുകാർക്കും എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് വർദ്ധിപ്പിച്ചു കൊടുക്കാം എന്ന് പഠിപ്പിക്കുന്ന എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്റേത്. അവിടെ ഞങ്ങൾക്ക് അറിയാം എന്താണ് ഏത് രീതിയിലുള്ള ആളുകളാണ് എന്താണ് വാച്ച് ചെയ്യുന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ്, യൂട്യൂബ്, ഇതെല്ലാം നമ്മളെ ഡാറ്റ ചോർന്നെടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വാട്സപ്പിലോ നിങ്ങൾ കാണുന്ന നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലോ യൂട്യൂബിലോ നിങ്ങൾ കാണുന്ന സിമിലർ ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ മാത്രമേ വരാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന കണ്ടന്റ് ബിസിനസ് റിലേറ്റഡ് റീൽ ആയിരിക്കും. കാരണം ഞാൻ ബിസിനസ് റിലേറ്റഡ് ഒരുപാട് മോട്ടിവേഷൻ റീൽസ് മറ്റും കാണാറുണ്ട്. അത് സിനിമ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സിനിമയുടെ ടൈപ്പ് റീൽസുകളും സിനിമയുടെ പോർഷൻസ് കണ്ടന്റുകളും മാത്രമേ വരുള്ളൂ. ഇനി ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആയ ആളാണെങ്കിൽ അവർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടോപ്പിക് നോക്കുന്നതാണെങ്കിൽ അയാൾക്ക് അത് മാത്രമേ വരുള്ളൂ. അപ്പൊ നമ്മുടെ ബിഹേവിയർ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇനി ഉപയോഗിക്കുന്ന മൊബൈലോ, ഒരു മൊബൈൽ എടുത്ത് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അവർ ഗെയിംസ് ആണ് അതിൽ അധികം വാച്ച് ചെയ്തെങ്കിൽ ഗെയിംസ് റിലേറ്റഡ് ആഡും ഗെയിംസ് റിലേറ്റഡ് കണ്ടന്റും മാത്രമേ നിങ്ങളുടെ മൊബൈലിൽ വരുള്ളൂ. അപ്പൊ ആ കുട്ടികൾക്ക് പോലും നാളെ യൂട്യൂബിൽ പോയാൽ അവർ നോക്കുന്നത് ഗെയിംസ് ആയിരിക്കും. യൂട്യൂബിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, പക്ഷെ ഗെയിംസ് വീഡിയോകളായിരിക്കും അവർ കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ ബിഹേവിയർ സോഷ്യൽ മീഡിയ ഡിവൈസുകളെല്ലാം നമ്മുടെ ബിഹേവിയർ ഒപ്പിയെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടത് അവർ നമ്മുടെ മുന്നിൽ എടുത്ത് തരികയാണ്. അങ്ങനെ തരുമ്പോഴായിരിക്കും സോഷ്യൽ മീഡിയ ഈസ് നോട്ട് യൂസിങ് ബൈ യുവർ സെൽഫ്, റാദർ സോഷ്യൽ മീഡിയ ഈസ് യൂസിങ് യു. സോഷ്യൽ മീഡിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സോഷ്യൽ മീഡിയ ആണ് നമ്മളെ വിറ്റ് കാശാക്കുന്നത്. അല്ലാതെ നമ്മളാരും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഉപയോഗിക്കല്ല, നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കല്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് എന്റെ മെസ്സേജ് കണ്ട് ഞാൻ അവിടെ വെച്ച് എന്റെ പണിക്ക് പോയേനെ, നടക്കുന്നില്ല. രാവിലെ ഫോൺ എടുത്തിട്ട് ഞാൻ ഒരു മെസ്സേജ് കണ്ടു, അടുത്ത വാട്സപ്പ് മെസ്സേജ് നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ പോയി, യൂട്യൂബിൽ പോയി, ഫേസ്ബുക്കിൽ പോയി, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് ഞാൻ പോകുന്നത്. എന്തൊരു സാഹചര്യമാണ് എനിക്കുള്ളത്. നമ്മൾ സ്ത്രീകൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. കിച്ചണിൽ നമ്മള് ഇപ്പോ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാട്സപ്പിൽ ഒരു സൗണ്ട് വന്നത്. മൊബൈൽ പോയി എടുത്തു നോക്കി, വാട്സപ്പ് നോക്കി, ഇൻസ്റ്റാഗ്രാമിലെത്തി, അവിടെ റീൽ കണ്ടു, അടുത്ത് കണ്ടു, വേറെ റൂട്ട് മാറിപ്പോയി, തിരിച്ചു വന്നപ്പോഴത്തേക്കും മീൻ കരിഞ്ഞു പോയ അവസ്ഥ. ഇത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ നമ്മള് ഇതിൽ അത്രയും നമുക്കൊക്കെ അഡിക്ഷൻ ഉണ്ട്. പിള്ളേർക്ക് മാത്രമല്ല, നമ്മൾക്കൊക്കെ അഡിക്ഷൻ ഉണ്ട്. നമ്മൾ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്? നമ്മളെ മൊബൈലിലെ സ്ക്രീൻ ടൈം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാനും നിങ്ങളും മൊബൈലിലെ സ്ക്രീൻ ടൈം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. മുമ്പൊരിക്കൽ ഞാനൊരു ഇതിപ്പോ 2025 ആണ്, 2024 ഞാൻ എന്റെ മൊബൈലിൽ ഒരു കംപ്ലീറ്റ് ബ്ലോക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ അഭിമാനിച്ചത് ഞാൻ ഒരിക്കലും മൊബൈൽ അധികം ഉപയോഗിക്കുന്നില്ല, ഇൻസ്റ്റാഗ്രാം അധികം ഉപയോഗിക്കുന്നില്ല, യൂട്യൂബ് അധികം ഉപയോഗിക്കില്ല നോക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 4-5 മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം വന്നു പോയി. 5 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് കണ്ടപ്പോ എന്റെ ബിസിനസ് പരമായി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതും എന്തെങ്കിൽ തന്നെയും അത് വളരെ അധികം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ വിചാരിക്കണം സോഷ്യൽ മീഡിയയും ഡിവൈസും ഒക്കെ നമ്മൾ ഉപയോഗിക്കല്ല, മറിച്ച് നമ്മുടെ ആവശ്യത്തിന് ഈ ടെക്നോളജികൾ നമ്മുടെ ആവശ്യാനുസരണം മാത്രം ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്ത് അവിടെ നിർത്തി പോകും എന്ന ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റിയില്ല എങ്കിൽ
ഇത് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. നമ്മളെ ഫാമിലിയിൽ കലഹങ്ങളുണ്ടാവും, ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. കുട്ടികൾ സംസാരിക്കാത്ത രീതിയാവും, ഫ്രണ്ട്സ് ഉണ്ടാവില്ല, സോഷ്യൽ ലൈഫായി കമ്മിറ്റഡായി കുട്ടികൾക്ക് പോകാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ഇത് അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മൾ ഓരോ ഡിവൈസിലും നമ്മളെ മൊബൈലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാൻ പറ്റും. എന്റെ മൊബൈൽ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു 2024 ശേഷം എന്റെ മൊബൈൽ ഞാനത് സെറ്റ് ചെയ്തു. 2025 ജനുവരി ആയ ശേഷം ഞാൻ സെറ്റ് ചെയ്തു. എല്ലാ ദിവസവും 10:30 ആയപ്പോ എന്റെ ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് പോകും. അത് പിന്നെ ആ സ്റ്റേഷന്റെ ഒരാൾക്ക് എന്റെ ഫോൺ വിളിച്ചാൽ കിട്ടില്ല. അതിനുശേഷം 11 മണിയായി കഴിഞ്ഞാൽ എന്റെ കംപ്ലീറ്റ് ഫോൺ ലോക്കാവും. പിന്നെ എനിക്ക് അതിലൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റില്ല. പിന്നെ കടന്നുറങ്ങേണ്ട സമയമാണ്. പിന്നെ രാവിലെ 6 മണിക്ക് ശേഷമാണ് എന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ആ രീതിയിൽ ഞാൻ സെറ്റാക്കി വെച്ചു. അതുപോലെ എനിക്കും പാരന്റ് കൺട്രോൾ ആപ്പ് എന്ന് പറഞ്ഞ് സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്ത പോലെ എനിക്കും കൺട്രോൾ ചെയ്തു. ഒരിക്കലും എന്റെ സുഹൃത്തിനോട് പറയണ്ടായി, നിന്റെ ഉപ്പ നിന്നെ കൺട്രോൾ ചെയ്തു വെച്ചതാണല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ആ രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടി വരും ഒരു പക്ഷേ. കാരണം അത്രയും ഇമ്പാക്റ്റുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നോട് ആര് ചാർജ് ചെയ്ത് പറഞ്ഞോളൂ, ഇന്നിവിടെ ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞോളൂ ഞാൻ ഇത്ര ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാലും നാളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം നുകർന്നെടുക്കാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറ്റും. കാരണം അതിന്റെ അൽഗോരിതം ആ രീതിയിലാണ് ഇപ്പൊ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് നമ്മൾ തീരുമാനിക്കണം. ഞാൻ ദിവസവും 20 മിനിറ്റ്സ് ഉപയോഗിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാമിന്റെ അല്ലെങ്കിൽ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഓണർ പോലും നമുക്കറിയാം, മാർക്ക് സക്കർബർഗ് ഒരിക്കലും 20 മിനിറ്റ്സിലധികം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാറില്ല. അതിന്റെ ഓണറാണ്. 20 മിനിറ്റ്സിലധികം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാറില്ല. നമ്മളൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ സ്ക്രീൻ ടൈം എടുത്ത് പരിശോധിച്ച് നോക്കണം. നമുക്കറിയാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന എത്രത്തോളം സമയമാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യുക. ഓരോ ഡിവൈസിനും വാട്സപ്പിന് ഞാൻ മാക്സിമം ഇത്ര ഉപയോഗിക്കുള്ളൂ. നമ്മുടെ ബിസിനസ്സും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്താണെങ്കിൽ കൺട്രോൾ ഒഴിവാക്കുക. നേരെ മറിച്ച് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലൊക്കെ നമ്മൾ ടൈം വെക്കണം. 20 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, ഒരു ദിവസം അത് മതി. ആ രീതിയിൽ ഗൂഗിളിൽ സെർച്ച്, ചാറ്റ് GPT തുടങ്ങിയ അഡ്വാൻസ്ഡ് സാധനങ്ങൾ നമുക്ക് ലൈഫിൽ ഉപകാരപ്രദമായ ടെക്നോളജികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. അല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഈ ഒരു തീരുമാനം ഇന്ന് ഞാൻ നിങ്ങൾ എടുത്തില്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫ് മാറിപ്പോകും. ഇനി നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം? നമ്മളെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കണം. ഇത് മുഖാന്തരമുള്ള പ്രശ്നങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നമുക്കറിയാം. എത്രയോ കുട്ടികൾ ഫോൺ അഡിക്ഷൻ ആയിട്ട് മെന്റൽ ടോർച്ചറിങ് ഒക്കെ നടക്കുന്നുണ്ട്. മെന്റലി ആയിട്ട് പ്രശ്നങ്ങൾ വരാനുണ്ട്, ഫിസിക്കലി പ്രശ്നങ്ങളുണ്ട്, സോഷ്യലി പ്രശ്നങ്ങളുണ്ട്, കണ്ണിന് കാഴ്ച വരുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എടുത്ത് പോയിന്റായി പറയുകയാണെങ്കിൽ ഒരുപാട് പോയിന്റ്സുകൾ ഈ മേഖലയിൽ പറയാനുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ കിടക്കുന്നില്ല. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. മൊബൈൽ യൂസേജ് നമ്മളെ കുഞ്ഞുങ്ങള് ബ്ലോക്ക് ചെയ്യാതെ അവർക്ക് ഇപ്പൊ ഏറ്റവും നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരു കുട്ടികളാണ് നമ്മുടെ കുട്ടികളെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരിക. നമുക്ക് പാരന്റ് കൺട്രോൾ ആപ്പ് ഉപയോഗിക്കാം. ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഗൂഗിളിന്റെ പാരന്റ് കൺട്രോൾ ആപ്പ് ഉണ്ട്. ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഫാമിലി ലിങ്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ iOS-ന്റെ ആപ്പ് സ്റ്റോറിലൊക്കെ പോയി നോക്കിയാൽ സെർച്ച് ചെയ്യാൻ കിട്ടും ഫാമിലി ലിങ്ക്. ആ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന പാരന്റൽ കൺട്രോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു ഇമെയിൽ ID വെച്ച് സ്റ്റുഡൻസിന് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതുപോലെ പാരന്റ്സിനും ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ പാരന്റ്സ് ഒരു പക്ഷേ ഗൾഫിൽ കൺട്രിയിലാണുള്ളെങ്കിൽ അവർക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇവിടെ കൺട്രോൾ ചെയ്യാം. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാരന്റ് കൺട്രോൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ജോലിയിലാണ്, എന്റെ വൈഫ് ജോലിയിൽ പോകുന്ന ബിസിനസ്സിലാണ്, രണ്ടുപേരും ബിസിനസ്സിലാണ്. ഞങ്ങളെന്താ ചെയ്യാറ്? പാരന്റ് കൺട്രോൾ ആപ്പ് ഓണാക്കി വെച്ചു. ദിവസം 4:30 4 മണിക്ക് അവർ വീട്ടിലെത്തും. 4:30 ആകുമ്പോൾ എന്റെ ഫോൺ ഓണാകും. കാരണം എന്റെ ഇളയ മോന്റെ ഓൺലൈൻ മദ്രസ ക്ലാസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 4:30 ഓട്ടോമാറ്റിക്കലി ഫോൺ ഓണാകും. അതുവരെ ഫോൺ ഓഫാണ്, ലോക്ക് മോഡാണ്. 4:30 ആകുമ്പോൾ ഫോൺ ഓണാകും.
അവൻ ആവശ്യമുള്ള ആപ്പ് മാത്രം ഓൺ ആക്കാൻ പറ്റും. അവരെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമസ്കാരം മറ്റും കഴിഞ്ഞിട്ട് പഠനത്തിലേക്ക് നീങ്ങും. രാത്രി 9 മണി മുതൽ 9:30 വരെ അരമണിക്കൂർ 10-20 മിനിറ്റോ ഞാൻ എന്ത് ചെയ്യും അവർക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പം പറ്റ ഒഴിവാക്കാതെ അവർ കളിക്കുക, യൂട്യൂബോ എന്താ അവർക്ക് നോക്കുന്നത് കണ്ടു കുറഞ്ഞ സമയം 10-20 മിനിറ്റ് മാറ്റി അവർ കൊടുക്കുക. ഇനി ഇപ്പോൾ നല്ലോണം ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക. നമുക്ക് തിരക്കാന്ന് വെച്ച് നമുക്ക് മക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇപ്പൊ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമാണ്. കുട്ടികൾ പല സ്ഥലത്തും എസ്പെഷ്യലി ബാംഗ്ലൂരൊക്കെ ജീവിച്ച് വളർന്ന ഒരാളെന്നിലേക്ക് ബാംഗ്ലൂർ 20 വർഷം എന്റെ ജോലി സാധിച്ചു. ബാംഗ്ലൂർ 20 വർഷം ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരൊക്കെ നമ്മുടെ എന്താ വെച്ചാൽ ഹസ്ബൻഡ് വൈഫ് ഫുൾ ബിസിയാണ്. ഈവനിങ് വീട്ടിലെത്തുന്ന സമയത്ത് പിള്ളേർ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും, മൊബൈൽ എടുത്ത് കൊടുക്കും. കാരണം അവരെ കൊണ്ട് ശല്യം തീർന്നു. വെക്കേഷൻ സമയത്തും അല്ലെങ്കിൽ എല്ലാ സമയത്തും വീട്ടിൽ നിന്നാണ് മക്കളൊരു ശല്യമാണ് എന്ന രീതിയിലാണ് നമ്മൾ പാരന്റ്സ് കാണുന്നത്. അപ്പൊ മക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യും, ഫോൺ അവർക്ക് എടുത്തു കൊടുക്കുക, എന്നിട്ട് അവർ ആ വഴിക്ക് പോട്ടെ, ഞാൻ എന്റെ കാര്യങ്ങൾ ഫ്രീ ആവുമല്ലോ എന്ന രീതിയിൽ ആലോചിക്കുക. നേരെ മറിച്ച് മക്കൾ അതിൽ നിന്ന് ഒരുപാട് പ്രയാസത്തിലേക്കാണ് പോകുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പാരന്റ് കൺട്രോൾ ആപ്പ് ഉപയോഗിക്കുക. ഓരോ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഓരോ ആപ്ലിക്കേഷൻ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ആക്സ് കൊടുക്കാം, 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ആക്സ് കൊടുക്കാം. യൂട്യൂബ് കണ്ടന്റ് ലിമിറ്റ് ചെയ്യാം. സെക്ഷൽ റിലേറ്റഡ് കണ്ടന്റ് സെർച്ച് ചെയ്താൽ കിട്ടാത്ത രീതിയിലാക്കാൻ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ പാരന്റ് കൺട്രോൾ പാരന്റ്സിന് അപ്രൂവൽ വേണം. ഇത്തരത്തിൽ എല്ലാം എന്തും ചെയ്യാൻ പറ്റും. ഫാമിലി ലിങ്ക് എന്നാണ് പാരന്റ് കൺട്രോൾ ആപ്പ് പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ലിങ്ക് എന്ന് യൂട്യൂബ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്താൽ അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ആ ഒരു മാറ്റത്തിൽ നമ്മളൊന്ന് തയ്യാറാവുക, നമ്മൾ ആദ്യം മാറുക, എന്നിട്ട് നമ്മൾ പിള്ളേരെ മാറ്റുക. കാരണം കംപ്ലീറ്റ്ലി തുടച്ചു മാറ്റി കംപ്ലീറ്റ്ലി നമ്മൾ അതിൽ നിന്നും അവരെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നടക്കില്ല. കാരണം എയും റോബോട്ടിക്സും VR-ഉം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ഇതിന്റെ കാലഘട്ടത്തേക്കാണ് നമ്മൾ വരാനിരിക്കുന്നത്. ഈ വരുന്ന 1-2 വർഷങ്ങൾ മുമ്പ് തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ബ്ലോക്ക് ചെയിൻ, ഓഗ്മെന്റഡ് റിയാലിറ്റി നമ്മളൊക്കെ വേറെ ലോകമാണ്. ഈ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന മെറ്റയുടെ ഓർഡർ സക്കർബർഗ് മെറ്റാവേഴ്സ് ഫേസ്ബുക്കിന്റെ നെയിം എന്തിനാ മെറ്റാവേഴ്സ് ആക്കിയത്? മെറ്റാവേഴ്സ് വേറെ ലോകമാണ്. ഇപ്പൊ നമ്മൾ മൊബൈലാണ് അഡിക്ഷൻ എങ്കിൽ നാളെ വരാൻ പോകുന്ന വിർച്വൽ ലോകമാണ്, വിർച്വൽ വേൾഡ് ആണ്. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ലോകം. ആ വിർച്വൽ റിയാലിറ്റി ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വീട്ടിൽ പോകുന്നു, നമ്മുടെ അടുത്ത കുടുംബത്തിൽ പോകുന്നു, അയൽക്കാരുടെ വീട്ടിൽ പോകുന്നു. അതൊന്നും ഈ ഉണ്ടാവില്ല. ഫ്യൂച്ചറിൽ അതൊക്കെ വിർച്വൽ ആയിരിക്കും. കാരണം എനിക്കൊരു അവതാരം ഉണ്ടാവും, ഷിഹാബിന് അവതാരം ഉണ്ടാവും, ജമാലിനൊരു അവതാരം ഉണ്ടാവും. ഞാനും ഷിഹാബും ജമാലും വിർച്വൽ വേൾഡ് ഒരുമിച്ച് നേരിട്ട് കണ്ടുപോകും, ഹഗ് ചെയ്യും, കൈ കൊടുക്കും, സംസാരിക്കും, മീറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു കാലം ആലോചിച്ച് നോക്കിയാൽ വിർച്വൽ വേൾഡിൽ പബ്ബിൽ പോവുക, വിർച്വൽ വേൾഡിൽ പോയി സിനിമ കാണുക, വിർച്വൽ വേൾഡിൽ എന്തൊക്കെ നമ്മൾ റിയൽ വേൾഡ് ചെയ്യുന്നോ ആ കാര്യങ്ങൾ വിർച്വൽ വേൾഡ് ചെയ്യുക. വിർച്വൽ വേൾഡിൽ പോയിട്ട് ഇന്ന് നമ്മൾ കോഴിക്കോട് പല ആളുകളും പ്രോപ്പർട്ടി എടുക്കാനും ഫ്ലാറ്റ് വാങ്ങാനും കാശ് ചെലവാക്കുന്ന ഒരു സാഹചര്യത്തിലാണത്. പക്ഷെ വിർച്വൽ വേൾഡിൽ പോയിട്ട് സ്ഥലം വാങ്ങുന്ന ഒരു കാലം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഒരു 10 വർഷം മുമ്പ് ഇന്നിങ്ങനെ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കില്ലായിരുന്നല്ലോ. അതേപോലെ ഇനി വരാനിരിക്കുന്ന 5 വർഷം കൊണ്ട് 2-3 വർഷം കൊണ്ട് വിർച്വൽ വേൾഡിൽ നമ്മളെല്ലാവരും ഫ്ലാറ്റ് വാങ്ങുന്ന ഒരു കാലഘട്ടം, വിർച്വൽ വേൾഡിൽ പോയി കളിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ നമ്മുടെ ലോകത്തിന്റെ കംപ്ലീറ്റ് ടെക്നോളജി ഇന്നോവേഷൻ മാറുന്ന ഈ സാഹചര്യത്തിൽ കംപ്ലീറ്റ് ടെക്നോളജി ഡിവൈസുകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. അങ്ങനത്തെ നീക്കം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷനിൽ നമ്മൾ പിന്നീട് പോകുന്ന സാഹചര്യം ഉണ്ടാവാം. എന്നാൽ മറിച്ച് വൈസ്ലി ബുദ്ധിപരമായിട്ട് നമ്മളൊരു കൺട്രോൾ ആയിട്ട് നമ്മൾ ആദ്യം ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മുടെ കുട്ടികൾക്കും ആ രീതിയിൽ മാറ്റം വരുത്തിയ രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇതിന് അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ ബാച്ചിലെ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഷിഹാബ് അതുപോലെ തന്നെ ജമാൽ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസരിക്കുന്നു. താങ്ക് യു. ഫോൺ ഉപയോഗിച്ച് അഡിക്ഷൻ വന്ന് പോയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊന്ന് പറയാൻ പറ്റുമോ? അത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റിൽ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്.
അതൊരു ഗ്രാജുവലി മാത്രമേ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് ചെയ്യുന്ന വൺ ഓഫ് ദ ട്രിക്ക് സ്പെഷ്യലിസ്റ്റുകളൊക്കെ പറയുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മേഖല കണ്ടെത്തിക്കൊണ്ട് അവരുടെ കൂടെ അതിന് എന്താണ് അവരുടെ ഈ മൊബൈൽ ഡിവൈസിന് പുറമെ അവരുടെ ഇഷ്ടം എന്താ കണ്ടെത്തിയിട്ട് ആ ഇഷ്ടത്തെ മോട്ടിവേറ്റ് ചെയ്ത രീതിയിൽ അത് അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക, അത്ര എൻഗേജ്മെന്റ് നടത്തുക. എന്നിട്ട് ഡിവൈസുകൾ കുറയ്ക്കാനുള്ള സാഹചര്യം അവരറിയാതെ ഡിവൈസ് കുറയുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഗ്രാജുവലി പതുക്കെ നമുക്കത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻസുകൾ നമ്മളിപ്പോ കണ്ടില്ലേ, നമ്മളിപ്പോ ഒരു പണി ചെയ്യുന്ന സമയത്തായിരിക്കും ടിങ് ടാങ് എന്ന് വാട്സപ്പിൽ മെസ്സേജ് വരുന്നത്. ഒന്നെങ്കിൽ SMS അല്ലെങ്കിൽ വാട്സപ്പിന്റെ മെസ്സേജ് വരും. അപ്പൊ ആ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫോൺ എടുക്കുക. ആ ഫോൺ എടുക്കുന്ന സമയത്ത് പിന്നെ വാട്സപ്പിന് പിന്നെ ആ മെസ്സേജ് നോക്കി അവിടെ നിൽക്കില്ല, അടുത്തയിലേക്ക് പോവുക ചെയ്യുക. ഞാനൊക്കെ എന്റെ ഫോണിൽ സകല നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക. എനിക്ക് വാട്സപ്പിൽ വന്നാൽ ലേറ്റ് വരില്ല, ഒച്ച വരില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. അതവിടെ ഉണ്ടാവും. കാരണം അതൊക്കെ നമ്മൾ ഓൺ ആക്കി വെച്ചാൽ ആലോചിച്ച് നോക്കി, നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ എത്രമാത്രം ഡിസ്ട്രാക്ഷൻ ആണത്. നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ സ്റ്റുഡൻസിനോടൊക്കെ പറയാനുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടുള്ള ഒരു കാര്യമാണ്, സ്റ്റുഡൻസ് പഠിക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കണം അവർ പഠിക്കുന്ന സാധനങ്ങളല്ലാതെ ടോയ്സ് പോലും ഉണ്ടാകാൻ പാടില്ല. പഠിക്കുന്ന ബുക്സ്, പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ആ ടേബിളിൽ വെക്കാവൂ. അവിടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ടെലിഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിവൈസോ കൊണ്ട് വെക്കരുത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മൊബൈലിൽ കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ആണ്. ആലോചിച്ച് നോക്കുക, നമ്മളെ ഫോണ് നമ്മൾ ടേബിളിൽ വെച്ചിരിക്കുകയായിരിക്കും, നമ്മൾ മീറ്റിംഗിലായിരിക്കും, അപ്പോൾ ടിങ് ടാങ് തന്നെ മെസ്സേജ് വരുന്നത്. അപ്പോൾ ഒരു SMS ആയിരിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ഇതിനൊക്കെ നമ്മൾ എടുത്ത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കൺട്രോൾ നമ്മുടെ അടുത്തല്ല, ഓല് കൊണ്ടുപോവുക, സോഷ്യൽ മീഡിയ ആ ഡിവൈസിൽ കൊണ്ടുപോവുക. എന്നിട്ട് അവരവിടെ യൂസ് പോലെ നമ്മളെ ഏതൊക്കെ രീതിയിൽ കളിക്കുന്നു. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ എന്റെ മോളിപ്പോ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോഴ്സിനൊക്കെ നോക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട കോളേജ് റിസർച്ചുകളൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ കിട്ടുന്ന കോളുകളും എനിക്കിപ്പോ കിട്ടുന്ന മെസ്സേജുകളും പിന്നെ ഇമെയിലുകളും സകലതും എന്താണ് എഞ്ചിനീയറിംഗ് കോളേജ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് ഇന്നത്തെ കാലം. ശരിക്കും ടെക്നോളജി ഒക്കെ പറയുന്നത് നമ്മളൊരു പക്ഷേ ഇനി വരാൻ പോകുന്നത് ഇപ്പൊ ന്യൂറോലിങ്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ന്യൂറോലിങ്ക് ഒക്കെ നമ്മളെ ബ്രെയിനിൽ ചിപ്പ് വെക്കുന്ന സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എലോൺ മസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ ബ്രെയിനിൽ ചിപ്പ് വെച്ചിട്ട് എനിക്കിപ്പോ ബിരിയാണി വേണമെന്ന് ഞാൻ വിചാരിക്കുന്ന സ്പോട്ടിൽ സ്വിഗ്ഗിയിൽ ബിരിയാണി ഓർഡർ ചെയ്യാം. നമ്മുടെ ആപ്പ് സ്വിഗ്ഗി നമ്മളെ ഈ ന്യൂറോലിങ്ക് ആപ്പ് കണക്റ്റഡ് ആണ്, ഈ ചിപ്പായിട്ട് കണക്റ്റഡ് ആണ്. എനിക്ക് ബിരിയാണി വേണം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ ബിരിയാണി ഈ ചിപ്പ് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ സാധനത്തെയാണ്. അങ്ങനെ കാലൊക്കെയാണ് ഇനിയിപ്പോ വരാൻ പോണത്. ഇന്നത്തെ കാലത്ത് തന്നെ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ചില സംഭവങ്ങൾ, ചിലപ്പോൾ മനസ്സിൽ ആലോചിക്കുന്ന സംഭവങ്ങൾ ഞങ്ങളൊന്ന് സെർച്ച് പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിട്ട് ഗൂഗിളിലോ ഫേസ്ബുക്കിലോ പോകുന്ന സമയത്ത് അതിന്റെ അഡ്വർടൈസ്മെന്റ് നിങ്ങളെ പേജിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അത്രയും ഇമ്പാക്റ്റഡ് ആണ്, അത്രയും ഡിസ്ട്രാക്ഷൻ നമ്മളെ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മാറി നിൽക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനോ അത്തരത്തിലുള്ള ഡു നോട്ട് ഡിസ്റ്റർബ് മോഡുകളിലേക്ക് മാറിയിട്ട് നമ്മുടെ സ്പേസിലേക്ക് നിൽക്കുക. നമ്മുടെ സ്പേസിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് മാത്രം തെരഞ്ഞെടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെ പോലും കൺട്രോൾ ചെയ്യുന്നത് നമ്മളായിരിക്കില്ല, ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിരിക്കും നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആസ് എ പാരന്റ് എന്നുള്ള നിലക്ക് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്തായിരിക്കും എന്നുള്ളതാണ് ഒന്ന് പറയാൻ. ആസ് എ പാരന്റ് എന്നുള്ളതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അവര് കുട്ടികളൊക്കെ അറിയില്ല. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈ ബോറ് പറയാത്ത കുട്ടികൾ ഇപ്പൊ ഇല്ല, അറിയാലോ, എല്ലാവർക്കും അനുഭവക്കാരും ഉണ്ടാവുമല്ലോ. കുട്ടികളെ ബോറ് പറയുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ പാരന്റ്സ് ആയ നമ്മളൂടെ കുട്ടികളെ കൂടെ നിൽക്കണം. അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അവർക്കിപ്പോ ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള എന്ത് കാര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അതിലേക്ക് നീങ്ങുക. ഇപ്പൊ എന്റെ പിള്ളേർ ഇവിടെ ഇല്ല, എന്റെ പിള്ളേർ ടർഫിൽ പോയതാ ഞാൻ പറഞ്ഞു. കാരണം ഈവനിങ്ങില് ഇപ്പൊ പോയിട്ട് ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് ഈ സമയത്ത് പോയത്, അല്ലെങ്കിൽ മാരിക്ക് മുമ്പ് തിരിച്ചു വരാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മള് ഓരോ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കുട്ടികളെ ഇഷ്ടം കണ്ടെത്തുക, അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ അല്ലാത്ത രീതിയിൽ കുട്ടികളെ കംപ്ലീറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നാലൊന്നും ഇന്നത്തെ കാലത്ത് കുട്ടികളെ പിടിച്ചു കലർത്താൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ജനറേഷനിൽ നമ്മളെ പാരന്റ്സ് നമ്മൾ ചെയ്ത ഒരു പക്ഷേ പറ്റിയായിരിക്കും. പക്ഷെ ഇന്ന് സാധ്യമല്ല. ഇന്ന് കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കി അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് എന്താ ഇഷ്ടമില്ലാത്ത,
അവരെ കുറെ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇതുപോലെ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക, അവിടുന്ന് ഇൻഫർമേഷൻ കുട്ടികൾക്കും കൊടുക്കുക. ആ രീതിയിലുള്ള ഒരു കമ്പൈൻഡ് മൂവ്മെന്റ്സിനെ ഇന്നത്തെ കാലത്ത് പറ്റുള്ളൂ. ChatGPT എന്താന്നും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ചിലപ്പോൾ അറിയാത്ത ആൾക്കാർ ഉണ്ടായേക്കാം. ChatGPT അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഈ ലോകത്ത് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ താമസിക്കുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആ ബെസ്റ്റ് ഫ്രണ്ടിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തും അറിയും, എന്തും ചോദിക്കാം, അയാൾക്ക് എന്തും അറിയും. ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് അയാൾ. പിന്നെ അയാളെ പ്രത്യേകത എന്നാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാകുമ്പോൾ എന്താ, എനിക്ക് എങ്ങനെയും ചോദിക്കാം, ഏത് രീതിയിൽ ചോദിച്ചാലും അതിന് ഉത്തരം തരും. അതാണ് സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും ChatGPT ഡിഫൈൻ ചെയ്യാറ്. കാരണം പക്ഷെ നമ്മുടെ ChatGPT ചോദിക്കുമ്പം നമ്മൾ ക്ലിയർ ആയിട്ട് ചോദിക്കണം. ആ കോണ്ടെക്സ്റ്റ് ആദ്യം എന്തായിരിക്കണം, നീ ആരാന്ന് പറഞ്ഞിരിക്കണം. നമ്മളൊക്കെ ChatGPT നമ്മൾ ജിമെയിൽ വെച്ചാണ് ലോഗിൻ ചെയ്യുക. അപ്പൊ ആ ജിമെയിലില് നീ ആരാന്ന് പറഞ്ഞു കൊടുക്കണം. ഞാനാണ് ഇപ്പൊ ചെയ്യുന്നെങ്കിൽ ഞാൻ ആരാന്ന് പറയണം, എന്റെ പേര് പറയണം, എന്റെ ഡെസിഗ്നേഷൻ പറയണം, ജോലി ചെയ്യുന്ന കാര്യം പറയണം, കംപ്ലീറ്റ് എന്റെ ഡീറ്റെയിൽ കൊടുക്കണം. അപ്പൊ നമ്മുടെ സ്വഭാവം ആ ChatGPT പഠിച്ച് നമ്മുടെ സ്വഭാവം ChatGPT പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ആ ChatGPT നമ്മുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് നമുക്ക് അറിയുന്ന രീതിയിൽ ഉത്തരം തരും. അങ്ങനെ നമ്മൾ ചോദിച്ചാൽ മാത്രം. ഇപ്പൊ മോന്റെ കേസിൽ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, മോൻ എന്ത് ChatGPT പറയണം, എന്റെ പേര്, മോന്റെ പേരെന്താണ്? ജസീൽ. അപ്പൊ ChatGPT പറയണം, ഐ ആം ജസീൽ, ഐ ആം സ്റ്റഡിങ് ഓൺ +1 സോ ആൻഡ് സോ സ്കൂൾ. മലയാളത്തിലുണ്ട് ChatGPT, മലയാളത്തിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാം. ശാസ്ത്രീയമായ കാര്യങ്ങൾ ടോപ്പിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതേ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ അതെടുത്ത് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം ChatGPT മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് വേണ്ട ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടും. ആ ഉത്തരം പറയണത് കൂടെ നിനക്ക് എന്ത് ചെയ്യണം, ടേബിൾ രൂപത്തിൽ വേണം, എക്സലിൽ വേണമെങ്കിൽ എക്സലിൽ വേണം, വേർഡിൽ വേണമെങ്കിൽ വേർഡിൽ വേണം. എങ്ങനെ വേണമെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ അതും ആ രീതിയിലൂടെ ആക്കി തരും. അപ്പൊ നമ്മളൊക്കെ ChatGPT പ്രോപ്പറായി ഉപയോഗിക്കുക. ആ ChatGPT ഉപയോഗിച്ചാൽ നമ്മളെ ലൈഫിൽ തന്നെ നമുക്ക് ഒന്നിനും പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയി ChatGPT കൊണ്ടു നടക്കണമെന്ന് ഞാൻ പറയാവുള്ളൂ. ഏത് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും, കിച്ചണിൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും അവർക്കടക്കം ChatGPT ഇന്ന് അത്ര എളുപ്പമാണ്. എന്ത് കാര്യം യൂട്യൂബിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് ChatGPT സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ആ രീതിയിൽ ChatGPT ചോദിച്ചാൽ ഗൂഗിൾ വേണ്ടെന്ന്, ഗൂഗിൾ ചോദിച്ചാൽ ഒരുപാട് റിസൾട്ട് കിട്ടുള്ളൂ. അതിന് നമ്മൾ കറക്റ്റ് തപ്പി റിസൾട്ട് കണ്ടെത്തണം. ChatGPT കറക്റ്റ് റിസൾട്ട് തരിക ചെയ്യാം. ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, അതുപോലെ ഒരുപാട് ടൂളുകൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. മാസം കൂടി കുട്ടികൾക്ക് വെക്കേഷൻ ആണ് നാട്ടില്. ആ സമയത്ത് അവർക്ക് വല്ലതും ഇങ്ങനെ ഉപയോഗിക്കാൻ കൊടുത്തിട്ട് ഒരു പാഠ്യേതര ലെവലില് പഠനം കിട്ടുന്ന പോലെ അവർക്ക് കുറച്ച് ഏൺ ചെയ്യാൻ പറ്റണം അതിൽ നിന്ന്. അതെ. ഈ വെക്കേഷൻ എന്തെങ്കിലും സംതിങ് അവർ നേടണം. ഞാൻ പറയാ, ഓരോരുത്തരും അവർക്ക് ഇഷ്ടമായ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോ ഈ ഒരു 2 മാസം വെക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ട മേഖല ഉണ്ടാവും. ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ എല്ലാവരും കോഡിങ്ങിന്റെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് പൈത്തൺ പഠിക്കണം, പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പഠിക്കണമെങ്കിലും എല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. എല്ലാം യൂട്യൂബിലും ChatGPT-യിലൊക്കെ അവൈലബിൾ ആണ്. യൂട്യൂബ് നല്ല വൈസ്ലി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളുള്ള പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ യൂട്യൂബ് ഉപയോഗപ്പെടുത്താം, അതുപോലെ ChatGPT ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ChatGPT-കളുടെ കോഡൊക്കെ നമുക്ക് പഠിക്കാൻ എങ്ങനെ കിട്ടും, നിങ്ങൾ എങ്ങനെ ചോദിച്ചോ ആ രീതിയിൽ ഉത്തരം കിട്ടാൻ റെഡി ആയിട്ടുള്ള സാധനമാണ് ChatGPT. അപ്പോൾ അത് എന്താണ് ChatGPT എന്ന് പഠിക്കാനുള്ള ഒരു അവസരം, അതിന് പ്രായം ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായാലും ശരി, അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, അപ്പൊ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ഇന്ന് തന്നെ ChatGPT ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ സംസാരിക്കാം, നമുക്കത് പ്ലസ് ചെയ്തിട്ട് സംസാരിക്കാം, ടൈപ്പ് ചെയ്യണമെന്നില്ല. ആ രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെറ്റുന്ന രീതി നമുക്ക് മുന്നോട്ട് പോകാം. എന്നാ ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നന്ദി പ്രകാശനത്തിന് വേണ്ടിയിട്ട് ജോയിന്റ് സെക്രട്ടറി എള്ളെങ്കിൽ ഷംസുദ്ദീനെ ക്ഷണിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ നമ്മുടെ 94 ബാച്ചിലെ അംഗങ്ങളെ, വളരെ കാലികമായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണെന്ന് നമ്മൾ ഈ ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനു വേണ്ടിയിട്ട്
നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഒരുപാട് ദിവസമായിട്ട് ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ ഈ ഒരു വൈകിയ പാടില് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാം സ്വാഗതം ആശംസിച്ച നമ്മുടെ സെക്രട്ടറി ഷിയാബ്, അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജമാല്, ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ സുധീർ മാസ്റ്റർ, അതേപോലെ ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് ഈ ഒരു വെബിനാർ, ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള നമ്മുടെ ബാച്ച്മേറ്റ് പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഫസൽ റഹ്മാൻ മൂലയിൽ, അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ ഹൃദ്യമായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായിരുന്നാലും ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ സുധീർ മാസ്റ്റർ, അധ്യക്ഷന് ജമാല്, സെക്രട്ടറി ഷിയാബ്, അതേപോലെ നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രിയങ്കരനായ നമ്മുടെ ഫസൽ റഹ്മാന്, ഈ 94 ബാച്ചിന്റെ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി.